ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്നാണ്. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ക്ലൂ ഇടാം. ക്ലൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ റെസൊനേറ്റ് ആവുന്നോ അവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നോ അപ്പോൾ ആണ് നിങ്ങൾക്ക് പാലിടാവുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ടുവേർഡ്സ് യു. നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിലോർക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക. അയാൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നമുക്ക് ഓരോ കാർഡിനും ക്ലാരിറ്റി എടുത്ത് പോകാം, കാരണം ഞാൻ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് 3 ഓഫ് വാണ്ട്? ഒന്നുകിൽ ഇത് വിദേശത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ്സ് ഇയാൾ നടത്തുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്കിടയിൽ ഒരുപാട് ആശയവിനിമയത്തിൽ, കമ്മ്യൂണിക്കേഷനിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ അയാൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ നോക്കി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അയാൾ വിദേശത്തായിരിക്കാം, നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം, അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നു, മുന്നോട്ട് വരാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ക്ലാരിറ്റി നോക്കാം. എന്തായാലും നിങ്ങളിലേക്ക് വരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ്. പ്ലാനിങ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തുന്നു കാണുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് ട്രസ്റ്റ് ഇഷ്യൂ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ 3 ഓഫ് സോഡ്സ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് വാക്ക് പഴച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫോണിലൂടെ ആയിരിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട്. 3 ഓഫ് സോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായിട്ട് കഠിനമായ സ്ട്രെസ്സിലൂടെ പോയതായിട്ട്, ഡിപ്രഷനിലൂടെ പോയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് സ്റ്റക്കായതായിരിക്കും. ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമുള്ള ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. അങ്ങനെ ആണെങ്കിൽ അവിടെ മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അയാൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാർഡിൻ്റെ ക്ലാരിറ്റി വന്നിരിക്കുന്നത്. ദെൻ എന്താണ് സെക്കൻഡ് കാർഡ് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിംഗ്? സെക്കൻഡ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് വളരെ ഒരു സ്നേഹം തോന്നുന്നുണ്ട് അയാൾക്ക്. ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉള്ള, ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കാം നിങ്ങളുടേത്. അതുപോലെ നിങ്ങൾക്കിടയിൽ നല്ലൊരു സ്നേഹബന്ധവും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ ഇതൊരു ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു സെക്ഷുവാലിറ്റിയും കൂടെ കാർഡാണ്. പുതിയ തുടക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് അയാൾക്ക് ശരിക്കും താല്പര്യങ്ങളുണ്ട്. മാനസികമായും ശാരീരികമായും ഇമോഷണലായും താല്പര്യങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വലായും താല്പര്യങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്നുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിച്ച് പോകാനുള്ള റിലേഷൻഷിപ്പ് അല്ല. ഇവിടെ വളരെ സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ടാളുകളുടെ എനർജി തന്നെയാണ് കാണുന്നത്. കാരണം ഈ മോളിൽ നിന്ന് വരുന്ന ഈ ഒരു പ്രാവ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിനെയാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ വെള്ളത്തുള്ളികളൊക്കെ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻറ്റിമസികളെ കുറിച്ചാണ് പറയുന്നത്. ഈ നിറഞ്ഞു തുളുമ്പുന്ന ജലധാരകൾ നിങ്ങളോടുള്ള ഇമോഷണൽ ഔട്ട്ബ്രേക്ക്, ഭയങ്കരമായ സ്നേഹം, നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം നിങ്ങളോടുണ്ട്. ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങളോട് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ദെൻ 7 ഓഫ് സോഡിനെ കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന ചതി, പാസ്റ്റിൽ നിങ്ങൾക്കിടയിലൊരു ചതി നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും അത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ഇയാളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ വന്നിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂ പോലെ തന്നെയാണ് കാണുന്നത്. അവിടെ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ചതി നടന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എൻട്രി വന്നിട്ടുള്ളതാവാനാണ് കൂടുതലും സാധ്യത. അപ്പോൾ നിങ്ങളിലേക്ക് ആ ചതി നടന്നിട്ടുണ്ടെങ്കിൽ ആ ചതിയെ ഓവർകം ചെയ്ത് അതിനെ ഒരു സമയമെടുത്ത് പരിഹരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നയാൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പം കുറേ നാളായിട്ട് സെപ്പറേഷനിലായിട്ടുള്ള ആളുകളുടെ എനർജിയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വൂണ്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിലൂടെയും, ആദ്യം ഒരു 3 ഓഫ് സോഡ് കണ്ടല്ലോ. അപ്പോൾ കഠിനമായ മാനസിക സമ്മർദ്ദത്തിൽ കൂടെ പോയിട്ടുള്ള, ഡിപ്രഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ സംശയം ഉണ്ടായിരിക്കും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പതുക്കെ ആ വൂണ്ടെല്ലാം ഹീലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ദെൻ
നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് വേൾഡ് കാർഡാണ് കേട്ടോ. നോക്കുന്നത് വേൾഡ് കാർഡിലെ അവർ കംപ്ലീഷൻ സക്സസ് ആവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സക്സസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ അയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ അയാളെ നിയന്ത്രിക്കുന്ന മറ്റു പല ശക്തികളെ അവിടെ കാണാം. പല രീതിയിലും മാനസികമായിട്ടായാലും ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും അയാളെ കൺട്രോൾ ചെയ്യുന്ന മറ്റു ആളുകളുണ്ട് എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അയാൾ ശരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, അത് ഒന്ന് പാക്കറ്റ് തിരിച്ചു വരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് അയാളുടെ വേൾഡ് എന്ന് അയാൾ കരുതുന്നത്. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോയിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് മറ്റ് ഒന്നിലധികം തേർഡ് പാർട്ടീസ് കാണുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം അത്രയും പേരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങളാണ് അവരുടെ ഒരു വേൾഡ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും തോന്നുന്നത് നിങ്ങളുണ്ടായിരുന്ന സമയത്താണ് അയാൾ കംപ്ലീറ്റ് ആയിരുന്നത്. ഇത് കംപ്ലീഷൻ്റെയും സക്സസിൻ്റെയും ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ ഇത് അതുമല്ല മേജർ അർക്കാന കാർഡിൻ്റെ എൻഡാണ്. അതൊരു സൈക്കിൾ എൻഡ് ആവുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു കാർമിക് സിറ്റുവേഷൻ എൻഡായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വേണം എന്ന് തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അയാൾക്ക് ശരിക്കും ഇപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. കാരണം പല ആളുകളിലേക്ക് അയാൾ പോയിട്ടും അവിടെയൊക്കെ അയാൾക്കൊരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലാണ് കംപ്ലീഷൻ എന്ന് അയാൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങളോട് വളരെയധികം പാഷൻ തോന്നുന്നുണ്ട്. ഇത് വളരെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായൊരു ഒരു സിറ്റുവേഷൻഷിപ്പ് കൊണ്ടൊന്നും ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലിത്. ഇത് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് വളരെ പാഷനേറ്റ് ആണ് അയാൾ. മറ്റുള്ള റിലേഷൻഷിപ്പുകളൊക്കെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആക്കി കളയാൻ അയാൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളോട് വല്ലാത്തൊരു അഭിനിവേശം അയാൾക്കുള്ളതായിട്ടും നിങ്ങളെ വിട്ടിട്ട് പോകാൻ അയാൾക്ക് പറ്റാത്ത വിധം അയാൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അയാളൊരു ക്വിക്ക് ആക്ഷൻ എടുത്ത് വരണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റിലേഷൻഷിപ്പ് പലപ്പോഴും സ്റ്റക്കായിട്ട് പലയിടത്തും വെച്ച് നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് വീണ്ടും ബിൽട്ടപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവില്ല. പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുകയും ഇടയ്ക്കൊക്കെ കോൺവെർസേഷൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് എംപററാണ്. ഇവിടെ ഇയാൾക്ക് ക്വിക്ക് ആക്ഷൻ എടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ ഒരു ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്ക്. ആളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ അടുത്ത് രണ്ട് രൂപവും അയാൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ അയാൾ വളരെ സാത്വികനായിട്ടുള്ളൊരു മനുഷ്യനും ചില സമയത്ത് ഭയങ്കര അറഗൻ്റ് ആൻഡ് കൺട്രോളിങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ദെൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളെ ഒരു മുതിർന്ന ആളെന്ന രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് പോയിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ പ്രായത്തിൽ കൂടുതൽ പക്വതയൊക്കെ കാണിച്ചിട്ടുള്ള ഒരാളായിരിക്കാം ഇയാളെന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളായിരിക്കാം. ഇപ്പോഴും ഇത് തന്നെയാണ്. ഇയാൾക്ക് ഈഗോ മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ട് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അയാൾക്ക് ഈഗോ അയാളെ ഈ വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായിട്ടുള്ള വൂൺസ് തന്നെ ആയിരിക്കും അതിന് കാരണം. അപ്പോൾ ആ സമയം അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ളൊരു റീയൂണിയന് വേണ്ടിയിട്ടുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ട്. തന്നെ ഇവിടെ ഒരു ഹൈപ്രീസ്റ്റസിന് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞില്ല, ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂ വന്ന സമയത്ത് നിങ്ങൾക്കും രഹസ്യങ്ങളുണ്ടോ എന്ന് അയാൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ച് അയാൾക്ക് അറിയാൻ വയ്യ. അയാൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അയാൾക്ക് എല്ലാം ഒന്നും അറിയില്ല. നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പോഴും അൺനോൺ ആണെന്ന് അയാൾ വിചാരിക്കുന്നതായിട്ടാണ് ഈ ഹൈപ്രീസ്റ്റസ് എനർജി പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഈ പറഞ്ഞ വ്യക്തിയുടെ അമ്മ അല്ലെങ്കിൽ വൈഫ് ഒരു തേർഡ് പാർട്ടിയായി വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ 7 ഓഫ് കപ്സ്, ഇയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അയാൾ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട്. അയാൾക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അയാളൊരു ഇല്യൂഷൻ്റെ വേൾഡിലാണുള്ളത്. അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അയാൾ എന്ത് ചെയ്യാനാണ് പോകുന്നതെങ്കിലും അതിനെ പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ അയാളുടെ വീട് പണി നടക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, വീട് പണി നടക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയാൾ ചിലപ്പം കരിയർ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുമായിരിക്കും, വേറെ റിലേഷൻഷിപ്പുകളിൽ പെട്ടിട്ടുണ്ടാവും, സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. അയാളുടെ തന്നെ കല്യാണത്തിലേക്കൊക്കെ അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പാരമ്പര്യ സ്വത്തൊക്കെ കൈയടക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടായിരിക്കും. മോസ്റ്റ്ലി അയാൾ വീട് പണി അങ്ങനെയുള്ള അസറ്റ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അയാൾ പെട്ടുപോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ,
ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇയാൾക്ക് ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോകാനായിരിക്കും അന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഡെത്തായി പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അയാളെ സംബന്ധിച്ച് ഒരു റീബർത്ത് വേണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. റിലേഷൻഷിപ്പിൽ റീബർത്ത് വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത്. അയാൾ കുറേ നാളത്തേക്ക് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. അയാൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. കുറേ സമയത്ത് നിങ്ങൾ കോൺടാക്ട്ലെസ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുക അയാൾ നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്നു പോയിട്ടുണ്ടാവും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഡെത്തായി പോയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും ഡെത്താവുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടേത്. ഇവിടെ കുറേ അധികം കാർഡ്സ് പറയുന്നത് നിങ്ങളിലാണ് അയാളുടെ ഒരു ബാക്ക് ബോൺ ആണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു റീബർത്ത് വേണം എന്ന് അയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അയാൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം. അത് നൈറ്റ് ഓഫ് പെൻറ്റക്കിളിലും കണ്ടിരുന്നു. ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം. പക്ഷെ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വിശ്വസ്തനായിട്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് സമയമെടുക്കും. കാരണം നിങ്ങളിലും ഉണ്ടായിട്ടുള്ള വോണ്ടുകളെല്ലാം ഹീലാവണം. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല നിങ്ങളുള്ളത്. അപ്പോൾ അതിനെ അയാൾ ഭയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് അയാൾ ആ ഒരു സമയം എടുക്കുന്നതാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് സമയം എടുക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാം. നമ്പേഴ്സ് പറയാം. 12, 13, 1, 7, വീണ്ടും 12 വന്നിട്ടുണ്ട്, വീണ്ടും 21 വന്നിട്ടുണ്ട്, വീണ്ടും 12 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 2, 7, ദെൻ 13. ഇത്രയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. ഇനി ബാക്കി ക്ലൂസ് നോക്കാം. ഈ ക്ലൂസ് ഉള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നത്. നമ്മൾ ക്ലൂസ് ഒക്കെ നോക്കി കാർഡ് എടുത്തിട്ട് ഒത്തിരി നാളായി അല്ലേ, ഒത്തിരി ക്ലൂ എടുത്ത് ശരിയാകത്തില്ല. അപ്പോൾ 24th എന്ന് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. 27 ഏജോ ഒക്കെ ആയിരിക്കും കേട്ടോ. 42, ദെൻ 18th ഡേറ്റ് ആണേ. കണ്ണൂർ എന്ന് വന്നിട്ടുണ്ട്. കണ്ണൂർ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സ്ഥലം കണ്ണൂരായിരിക്കാം. 2005 എന്ന് വന്നിട്ടുണ്ട്. മലപ്പുറം എന്ന് വന്നിട്ടുണ്ട്. മലപ്പുറം 1995. ദെൻ 9th ഡേറ്റ് ആണ് കേട്ടോ. 9th. ദെൻ 31 ഇയർ ആണ് കേട്ടോ. 31 ഇയേഴ്സ് ഓൾഡ് ആണ്. ദെൻ 17th ഡേറ്റ് ആണ്. 47 ഇയേഴ്സ് ആണ്. ജൂലൈ മാസം വന്നിട്ടുണ്ട്. ജൂലൈ മേ ബി നിങ്ങളുടെയോ അവരുടെയോ ബർത്ത് ഈ മന്ത് ആയിരിക്കാം. കോഴിക്കോട് വന്നിട്ടുണ്ട്. അതുപോലെ 45 എന്ന ഏജ് വന്നിട്ടുണ്ട്. 41 എന്ന ഏജ് വന്നിട്ടുണ്ട്. 13th ഡേറ്റ് ഫെബ്രുവരി എന്നൊരു മാസം. ചിലപ്പോൾ നിങ്ങളുടെ ബ്രേക്കപ്പ് വന്നതോ ചിലപ്പോൾ റിയൂണിയൻ വരുന്നതോ ആയിരിക്കും. 1985 വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് ആണേ. ഫസ്റ്റ് ഏതോ ഒരു മാസത്തിലെ 1-ാം തീയതി ആയിരിക്കും. ഒക്ടോബർ മാസം വന്നിട്ടുണ്ട്. ദെൻ 2003. ദെൻ ലാസ്റ്റ് ക്ലൂ വന്നിട്ട് 5th. അപ്പോൾ ഇത്രയാണ് ക്ലൂ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂ ഉള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നത്. അല്ലാത്തവർക്ക് ആവില്ല എന്നല്ല, ക്ലൂ കുറച്ചും കൂടെ റെസനേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പം അതിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഹൈപ്പ് ബട്ടൺ ആക്റ്റീവായിട്ടില്ലെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്താണെന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഓക്കെ.